ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ. സന്ധ്യാവാർത്തയിലേക്ക് സ്വാഗതം. ദേശീയ പതാക പുതപ്പിക്കും, ഗൺ സല്യൂട്ട്, മുൻ പ്രധാനമന്ത്രിക്ക് പൂർണ്ണ ഔദ്യോഗിക ബഹുമതി, അന്ത്യകർമ്മങ്ങൾ രാജ്ഘട്ടിൽ. ന്യൂഡൽഹി. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകൾ സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കുമെന്നു AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അറിയിച്ചു. ശനിയാഴ്ച AICC ആസ്ഥാനത്തുനിന്ന് മൃതദേഹം സംസ്കാരം നടക്കുന്ന ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും. അന്ത്യകർമ്മങ്ങൾ എവിടെ നടക്കുമെന്ന് സംബന്ധിച്ച് സർക്കാരിന്റെ ഔദ്യോഗിക അറിയിപ്പ് വന്നിട്ടില്ല. ബന്ധുക്കളുമായി ആലോചിച്ച് സംസ്കാരസ്ഥലം സർക്കാർ തീരുമാനിക്കും. മുൻ പ്രധാനമന്ത്രിമാരായ ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി എന്നിവരുടെ അന്ത്യകർമ്മങ്ങൾ ദേശീയ സ്മാരകമായ രാജ്ഘട്ടിലാണ് നടത്തിയത്. ഇതേ മാതൃകയിൽ തന്നെ മൻമോഹൻ സിംഗിന്റെ അന്ത്യകർമ്മങ്ങളും നടക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വെള്ളിയാഴ്ച ഡൽഹി മോത്തിലാൽ നെഹ്റു റോഡിലെ ഔദ്യോഗിക വസതിയിലെ പൊതുദർശനത്തിന് ശേഷം ശനിയാഴ്ച രാവിലെ 8 മണിയോടെ മൃതദേഹം AICC ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകും. 9:30 വരെ പാർട്ടി ആസ്ഥാനത്ത് പൊതുദർശനം തുടരും. ഇതിനുശേഷം വിലാപയാത്രയായി ഭൗതികദേഹം അന്ത്യകർമ്മങ്ങൾക്കായി കൊണ്ടുപോകും. അടൽ ബിഹാരി വാജ്പേയിയുടെ അന്ത്യവിശ്രമസ്ഥലമായ അടൽ സമാധി പോലെ ഡൽഹിയിൽ മൻമോഹൻ സിംഗിന് സ്മാരകം വേണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. യുഎസിൽ താമസിക്കുന്ന മൻമോഹൻ സിംഗിന്റെ മകൾ വെള്ളിയാഴ്ച രാത്രിയോടെ ഡൽഹിയിലെത്തും. ഇതിനാലാണ് സംസ്കാര ചടങ്ങുകൾ ശനിയാഴ്ചത്തേക്ക് മാറ്റിയത്. സർക്കാർ പ്രോട്ടോകോൾ. മുൻ പ്രധാനമന്ത്രിമാരുടെ അന്ത്യകർമ്മങ്ങൾക്കായി സർക്കാർ നിശ്ചിത പ്രോട്ടോകോൾ പിന്തുടരുന്നുണ്ട്. വിലാപയാത്രയ്ക്ക് മുൻപ് മൃതദേഹത്തിൽ ദേശീയ പതാക പുതപ്പിക്കും. തുടർന്ന് ആദരസൂചകമായി 21 ഗൺ സല്യൂട്ട് നൽകും. ദേശീയ ദുഃഖാചരണം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. സംസ്കാര സമയത്ത് രാജ്യത്തുടനീളം ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ദുഃഖാചരണം പ്രഖ്യാപിച്ചതിനാൽ രാജ്യത്ത് സർക്കാരിന്റെ പൊതുചടങ്ങുകളോ ഔദ്യോഗിക പരിപാടികളോ ഉണ്ടാകില്ല. നാളെ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്കും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും പകുതി ദിവസം അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട്ടെ കസേര കളിയിൽ വീണ്ടും ട്വിസ്റ്റ്. രാജേന്ദ്രന് തൽക്കാലം DMOയായി തുടരാമെന്ന് ഹൈക്കോടതി. കോഴിക്കോട് DMO തർക്കത്തിൽ വീണ്ടും ട്വിസ്റ്റ്. കസേരകളിക്കു പിന്നാലെ അവസാന നറുക്ക് N രാജേന്ദ്രന്. ഡോക്ടർ N രാജേന്ദ്രന് കോഴിക്കോട് DMOയായി തുടരാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. അടുത്ത മാസം 9 വരെ തൽസ്ഥിതി തുടരാമെന്നാണ് കോടതി ഉത്തരവ്. ജനുവരി 9 കേസ് വീണ്ടും പരിഗണിക്കും. രാജേന്ദ്രനെ മാറ്റി ആശാദേവിയെ സർക്കാർ കോഴിക്കോട് DMOയായി നിയമിച്ചിരുന്നു. സ്ഥലം മാറ്റത്തിനെതിരെ ഡോക്ടർ രാജേന്ദ്രൻ, ഡോക്ടർ ജയശ്രീ, ഡോക്ടർ പീയൂഷ് എന്നിവർ നൽകിയ ഹർജിയാണ് കോടതി പരിഗണിച്ചത്. ഈ മാസം 9-നാണ് കോഴിക്കോട് DMO അടക്കമുള്ളവരുടെ സ്ഥലം മാറ്റ ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചത്. കോഴിക്കോട് DMO സ്ഥാനത്തു നിന്ന് ഡോക്ടർ രാജേന്ദ്രനെ ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ അഡീഷണൽ ഡയറക്ടറായും എറണാകുളം DMOയായിരുന്ന ആശാദേവിയെ കോഴിക്കോട് DMOയായി സ്ഥലം മാറ്റുകയും ചെയ്ത ഉത്തരവിന് പിന്നാലെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. ഉത്തരവ് പ്രകാരം ഡിസംബർ 10-ന് കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസറായി ഡോക്ടർ രാജേന്ദ്രനിൽ നിന്ന് ഡോക്ടർ ആശാദേവി ചുമതലയേറ്റെടുത്തു. പിന്നീട് സ്ഥലം മാറ്റ ഉത്തരവിനെതിരെ ഡോക്ടർ രാജേന്ദ്രൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ച് സ്റ്റേ നേടി. ആശാദേവി തിരുവനന്തപുരത്ത് പോയ 13-ന് രാജേന്ദ്രൻ ഓഫീസിലെത്തി വീണ്ടും DMOയായി ചുമതലയേറ്റു. ഇതേ തുടർന്ന് ആശാദേവി അവധിയിൽ പ്രവേശിച്ചു. പിന്നാലെ സ്റ്റേ ഉത്തരവിനെതിരെ ആശാദേവി ട്രൈബ്യൂണലിനെ സമീപിച്ചു. അടിസ്ഥാന അവകാശങ്ങൾ ലംഘിക്കാതെ 1 മാസത്തിനുള്ളിൽ പുതിയ ഉത്തരവ് ഇറക്കണമെന്ന് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ട്രൈബ്യൂണൽ നിർദ്ദേശം നൽകി. ഇതേ തുടർന്നാണ് ട്രൈബ്യൂണലിൽ നിന്ന് തനിക്ക് അനുകൂല ഉത്തരവുണ്ടെന്നറിയിച്ച് ആശാദേവി ഓഫീസിലെത്തി. എന്നാൽ നിയമപരമായി താനാണ് DMO എന്ന നിലപാടിലായിരുന്നു രാജേന്ദ്രൻ. രണ്ടുപേരും ഒരുമിച്ച് DMO ഓഫീസിലെത്തിയിരുന്നു. പിന്നാലെ ആശാദേവിയെ DMO ആക്കാനുള്ള ഉത്തരവ് പാലിക്കാന് DHS നിർദ്ദേശം നൽകുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ കോടതി ഉത്തരവ് രാജേന്ദ്രന് അനുകൂലമായിരിക്കുകയാണ്. 14-കാരന് അധിക ഡോസ് മരുന്ന്, മനോനില തെറ്റുന്ന അവസ്ഥ, ഫാർമസിസ്റ്റിനെ സസ്പെൻഡ് ചെയ്തു. തിരുവനന്തപുരം. കൊല്ലം എഴുകോണ സ്വദേശിയായ 14-കാരന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി ഫാർമസിയിൽ നിന്നു ഡോക്ടർ നിരീക്ഷിച്ചതിലും അധികം ഡോസ് മരുന്ന് നൽകിയതുമായി ബന്ധപ്പെട്ട പരാതിയിൽ ഫാർമസിസ്റ്റിനെ സസ്പെൻഡ് ചെയ്തു. കുട്ടിയുടെ കുടുംബം സൂപ്രണ്ടിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. അപസ്മാര സംബന്ധമായ പ്രശ്നങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സ തേടിയ കുട്ടിക്കാണ് ഡോസ് കൂടിയ മരുന്ന് നൽകിയത്. മരുന്ന് കഴിച്ചതോടെ കുട്ടിയുടെ മനോനില തെറ്റുന്ന അവസ്ഥയിലേക്കെത്തിയതായി മാതാപിതാക്കൾ പരാതിപ്പെട്ടു. നാട്ടിലെത്തിയതിനു ശേഷം കുട്ടിക്ക് പ്രശ്നങ്ങൾ തുടർന്നതോടെ മറ്റൊരു ഡോക്ടറെ കാണിച്ചപ്പോഴാണ് കൂടിയ ഡോസിലുള്ള മരുന്നാണ് നൽകിയതെന്ന് അറിഞ്ഞത്. എന്തോ പിശക് സംഭവിച്ചതായി ഡോക്ടർ പറഞ്ഞതോടെ വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സ തേടി നില മെച്ചപ്പെടുകയും ചെയ്തു. ഭാവിയിലെ മകന് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്കയുണ്ടെന്ന് കുട്ടിയുടെ അമ്മ പറഞ്ഞു. സുസുക്കി മുൻ ചെയർമാൻ ഒസാമു സുസുക്കി അന്തരിച്ചു. മാരുതി 800-ന്റെ ഉപജ്ഞാതാവ്. ടോക്കിയോ. സുസുക്കി മുൻ ചെയർമാൻ ഒസാമു സുസുക്കി 94 അന്തരിച്ചു. അർബുദ രോഗബാധിതനായിരുന്നു. ഡിസംബർ 25-നാണ് മരിച്ചതെന്ന് കമ്പനി അറിയിച്ചു. 40 വർഷത്തോളം സുസുക്കി കമ്പനിയെ നയിച്ചത് ഒസാമുവായിരുന്നു. സുസുക്കിയെ ജനപ്രിയ ബ്രാൻഡാക്കി മാറ്റിയതിൽ വലിയ പങ്കുവഹിച്ച ഒസാമു 2021-ലാണ് കമ്പനിയുടെ ചെയർമാൻ സ്ഥാനത്തുനിന്ന് മാറിയത്.
ഒസാമുവിന്റെ കാലത്താണ് മാരുതി ചെറുകാറുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഇന്ത്യയുമായി സഹകരിച്ച് മാരുതി ഉദ്യോഗ് ലിമിറ്റഡ് സ്ഥാപിച്ചതും ഒസാമുവിന്റെ കാലത്താണ്. മാരുതി 800 എന്ന ജനപ്രിയ ബ്രാൻഡിന്റെ ഉപജ്ഞാതാവും അദ്ദേഹമാണ്. ജപ്പാനിലെ ജനപ്രിയ കാറായ സുസുക്കി ഓൾട്ടോയിൽ നിന്നാണ് മാരുതി 800ന്റെ ജനനം. 1958-ലാണ് ഒസാമു ഔദ്യോഗികമായി സുസുക്കി മോട്ടോർ കോർപ്പറേഷനിൽ ജോലിയിൽ പ്രവേശിക്കുന്നത്. ജൂനിയർ മാനേജ്മെന്റ് തസ്തികയിൽ തുടങ്ങി കമ്പനിയിലെ വിവിധ തസ്തികകളിലെ അനുഭവ സമ്പത്തുമായി 1963-ൽ അദ്ദേഹം ഡയറക്ടർ സ്ഥാനത്തെത്തി. ജൂനിയർ, സീനിയർ തസ്തികകളിലേക്കുള്ള ചവിട്ടുപടികൾ കൂടി പിന്നിട്ട് 1978-ൽ കമ്പനിയുടെ പ്രസിഡന്റും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായി. 2000-ൽ അദ്ദേഹം ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തു. 3 ദശകങ്ങളായി നേതൃസ്ഥാനത്തു തുടർന്ന അദ്ദേഹം പ്രസിഡന്റ് പദവി മകൻ തോഷിഹിറോ സുസുകിക്കു കൈമാറിയത്. പുതുവത്സര ദിനം കൊച്ചിയിൽ 2 പാപ്പാഞ്ഞിയെ കത്തിക്കാം. ഉപാധികളോടെ അനുമതി നൽകി ഹൈക്കോടതി. കൊച്ചി പുതുവത്സര ആഘോഷത്തോട് അനുബന്ധിച്ച് ഫോർട്ട് കൊച്ചി വെളി മൈതാനത്ത് സ്ഥാപിച്ച പാപ്പാഞ്ഞിയെ കത്തിക്കാൻ ഹൈക്കോടതി അനുമതി. സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരിക്കണമെന്നതടക്കം ഉപാധികളോടെയാണ് ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോൻ പാപ്പാഞ്ഞിയെ കത്തിക്കാൻ അനുമതി നൽകിയത്. 40 അടി ഉയരമുള്ള പാപ്പാഞ്ഞിയെ കത്തിക്കാൻ അനുവദിക്കില്ലെന്നും ഇത് നീക്കണമെന്നും പോലീസ് ആവശ്യപ്പെട്ടതിനെതിരെ സംഘാടകരായ ഗാലഡി ഫോർട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. കോടതി അനുവദിച്ചതോടെ ഇത്തവണ ഫോർട്ട് കൊച്ചി പരേഡ് മൈതാനത്തും വെളി മൈതാനത്തും പാപ്പാഞ്ഞിയെ കത്തിക്കും. ക്രമസമാധാന പ്രശ്നമുണ്ടാകാൻ സാധ്യതയുള്ളതിനാലാണ് വെളി മൈതാനത്ത് പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് പോലീസ് തടഞ്ഞത്. ഡിസംബർ 31-ന് രാത്രി ഫോർട്ട് കൊച്ചി പരേഡ് മൈതാനത്ത് പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതിന് സുരക്ഷ ഒരുക്കാൻ മാത്രം 1000-ലേറെ പോലീസുകാർ വേണമെന്നാണ് കണക്ക്. ഇതിനു പുറമെ വെളി മൈതാനത്തുകൂടി പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നായിരുന്നു പോലീസ് വാദം. ഇരു മൈതാനങ്ങളും തമ്മിൽ 2 കിലോമീറ്റർ അകലമാണുള്ളത്. എല്ലാ വകുപ്പുകളിൽ നിന്നും ആവശ്യമായ സുരക്ഷാ അനുമതികൾ ലഭിച്ചിട്ടുണ്ടെന്നും ഹർജിക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. തുടർന്നാണ് പാപ്പാഞ്ഞിക്കു ചുറ്റും സുരക്ഷാ ബാരിക്കേഡുകൾ ഒരുക്കുന്നതടക്കമുള്ള ഉപാധികളോടെ കോടതി അനുമതി നൽകിയത്. വെളി മൈതാനത്ത് സുരക്ഷാ നടപടികളുടെ ഭാഗമായി സംഘാടകർ 42 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. പുതുവത്സര ദിവസം വിദേശികൾക്കും സ്വദേശികൾക്കും പ്രത്യേക പവിലിയൻ സജ്ജമാക്കും. പോലീസ് നിരീക്ഷണത്തിനായി ടവറുകൾ സജ്ജീകരിക്കാനും സംഘാടകർ തീരുമാനിച്ചിരുന്നു. വെളി മൈതാനത്തെ പപ്പാഞ്ഞിയെ കത്തിക്കുന്ന കാര്യത്തിൽ നിലനിന്നിരുന്ന അനിശ്ചിതത്വമാണ് കോടതിയെ ഉത്തരവോടെ ഇല്ലാതായത്. കഴിഞ്ഞ വർഷവും പപ്പാഞ്ഞിയെ തയ്യാറാക്കിയിരുന്നെങ്കിലും പോലീസ് അനുമതി നൽകിയിരുന്നില്ല. 16 കാരനുമായി പല സ്ഥലങ്ങളിൽ ഒളിവിൽ താമസം, ലൈംഗിക പീഡനം. കൊല്ലം സ്വദേശി 19-കാരി അറസ്റ്റിൽ. വള്ളികുന്നം, ആലപ്പുഴ 16 വയസ്സുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ച 19-കാരിയെ വള്ളികുന്നം പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം ചവറ ശങ്കരമംഗലം സ്വദേശിയായ യുവതിയെയാണ് വള്ളികുന്നം സർക്കിൾ ഇൻസ്പെക്ടർ ഇ പി ബിനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഭരണിക്കാവ് ഇലിപ്പക്കുളം മങ്ങാരത്ത് വാടകയ്ക്ക് താമസിക്കുന്ന 16-കാരനെയാണ് കഴിഞ്ഞ ഡിസംബർ 1-ന് യുവതി വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത്. പല സ്ഥലങ്ങളിലായി താമസിപ്പിച്ചു പീഡിപ്പിച്ചെന്ന് ആൺകുട്ടി പോലീസിന് മൊഴി നൽകി. യുവതി നേരത്തെ മറ്റൊരു യുവാവുമായി പ്രണയത്തിലായിരുന്നു. യുവാവുമായുള്ള ബന്ധം അറിഞ്ഞ് വീട്ടുകാർ പെൺകുട്ടിയെ ബന്ധു കൂടിയായ 16-കാരന്റെ വീട്ടിൽ താമസിപ്പിച്ചു. ഇതിനിടെയാണ് പയ്യനുമായി പെൺകുട്ടി വീട് വിട്ടു പോയത്. ആൺകുട്ടിയുടെ മാതാവ് വള്ളികുന്നം പോലീസിൽ പരാതി നൽകി. യുവതിയും 16-കാരനും മൈസൂർ, മായി, പാലക്കാട്, പളനി, മലപ്പുറം തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ ഒളിവിൽ താമസിച്ചതായി പോലീസ് പറഞ്ഞു. അന്വേഷണം നടന്നുവരവെയാണ് പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇരുവരെയും പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ യുവതിയെ റിമാൻഡ് ചെയ്തു. നാഷണൽ സോഫ്റ്റ് ബേസ്ബോൾ കേരളം ഓവറോൾ ചാമ്പ്യന്മാർ. തെലങ്കാനയിലെ വെല്ലംപള്ളിയിൽ നടന്ന സബ് ജൂനിയർ, യൂത്ത് നാഷണൽ സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ 4 വിഭാഗത്തിലും കേരളം ചാമ്പ്യന്മാരായി. സബ് ജൂനിയർ ബോയ്സ് തെലങ്കാനയെ തോൽപ്പിച്ചു. സബ് ജൂനിയർ ഗേൾസ് മധ്യപ്രദേശിനെ തോൽപ്പിച്ചും യൂത്ത് മെൻ തെലങ്കാനയെ തോൽപ്പിച്ചും യൂത്ത് വുമൺ തെലങ്കാനയെ തോൽപ്പിച്ചും ചാമ്പ്യൻസ് കിരീടത്തിൽ കേരളം മുത്തമിട്ടു. വേനപ്പാറ ഹോളി ഫാമിലി ഹൈസ്കൂൾ മാനേജർ ഫാദർ സ്കറിയ മങ്കരയുടെ അനുഗ്രഹ ആശീർവാദത്തോടെ പുറപ്പെട്ട ടീം എല്ലാ കളിയും ജയിച്ചാണ് ചാമ്പ്യൻ പട്ടം നേടിയത് എന്നത് വിജയത്തിന്റെ മാറ്റുകൂട്ടുന്നു. മികച്ച ഹിറ്റർമാരായി സബ് ജൂനിയർ വിഭാഗത്തിൽ എസ് അബിക്സിനെയും യൂത്ത് വിഭാഗത്തിൽ അതുൽ കൃഷ്ണയെയും തിരഞ്ഞെടുത്തു. ഇരുവരും കേരളത്തിന്റെ മിന്നും താരങ്ങളാണെന്നതും ശ്രദ്ധേയമാണ്. കോടഞ്ചേരി സെന്റ് ജോസഫ്സ് എൽ പി സ്കൂളിൽ മെഗാ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നാളെ. കോടഞ്ചേരി സെന്റ് ജോസഫ്സ് എൽ പി സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ചുള്ള മെഗാ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഓർമ്മയുടെ തീരങ്ങളിലേക്ക് വീണ്ടും നാളെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. സ്കൂൾ മാനേജർ ഫാദർ കുര്യാക്കോസ് ഐക്കുളമ്പിൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ തിരുവമ്പാടി അൽഫോൺസ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ചാക്കോ കാളമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്യും. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം മാത്യു വർഗീസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. രജിസ്ട്രേഷൻ 9:30 മുതൽ സ്കൂളിൽ ആരംഭിക്കും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണെ തെരഞ്ഞെടുത്തു. കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ശ്രീ ജോസ് തോമസ് മാവറ രാജിവെച്ചതിനെ തുടർന്ന് LDFന്റെ 4-ാം വാർഡ് മെമ്പറായ ജെറീന റോയ് കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തു. ഗ്രാമപഞ്ചായത്തിലെ അശാസ്ത്രീയമായ വാർഡ് വിഭജനത്തിൽ പ്രതിഷേധിച്ചും
വാർഡ് വിഭജനത്തിലെ അപാകതയും അവഗണനയും തിരിച്ചറിഞ്ഞ് ഇവ പരിഹരിക്കുന്നതിന് LDF ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുടെ യോഗവും മുന്നണി യോഗവും വിളിച്ചു ചേർക്കണമെന്ന് മുന്നണി നേതൃത്വത്തെ പാർട്ടി രേഖാമൂലം അറിയിച്ചിട്ട് പരിഹാരമാവാത്തതിനാലാണ് കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ജോസ് തോമസ് മാവറ രാജിവെച്ചത്. സ്ഥലം വിൽപ്പനക്ക്. കോടഞ്ചേരി വലിയപള്ളി അൽഫോൻസ് ചർച്ചിന് അടുത്ത് 2 ഏക്കർ റബ്ബർ തോട്ടം വിൽപ്പനക്ക്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 7972933979. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.